ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാവും? സംശയമില്ല, യുദ്ധവെറിയന്മാർ എന്ന് തന്നെയാവും. ഗസയെയും ലെബനനെയും കിടുകിടെ വിറപ്പിക്കുന്ന നെതന്യാഹുവാണ് ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുന്നത്. ഗസ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധക്കുറ്റവാളിയായ നെതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധക്കുറ്റത്തിന് നെതന്യാഹുവിനും ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ മേയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇതാണ് നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നത്. ജൂലൈ ഒടുവിൽ നെതന്യാഹു US സന്ദർശിക്കുന്നുണ്ട്. US യാത്രയിൽ യൂറോപ്പിൽ തങ്ങാൻ നെതന്യാഹു തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം മാറ്റിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യൂറോപ്പിലെത്തിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് നൽകുമെന്നും തന്നെ അറസ്റ്റ് ചെയ്തേക്കാമെന്നും നെതന്യാഹു ഭയക്കുന്നു. ഇതാണ് യൂറോപ്പ് യാത്ര ഒഴിവാക്കാൻ കാരണം. ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയാണ് നെതന്യാഹുവിന്റെ യൂറോപ്യൻ യാത്ര ഒഴിവാക്കിയതായി അറിയിച്ചത്. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 124 രാജ്യങ്ങൾ അംഗങ്ങളാണ്. യൂറോപ്പിൽ തങ്ങുന്നതിന് പകരം വളരെ കുറച്ച് അംഗങ്ങളുമായി നേരിട്ട് നെതന്യാഹു US-ലെത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. US കോൺഗ്രസിനെ ജൂലൈ 24-നാണ് നെതന്യാഹു അഭിസംബോധന ചെയ്യുന്നത്. അതിനിടെ ഗസയിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ഖാൻ യൂനിസിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ആക്രമണത്തിൽ 30 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസ് നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയത്. ഒഴിയാനുള്ള നിർദ്ദേശം നൽകിയതിനു ശേഷം ഇസ്രായേൽ സ്കൂളുകൾക്ക് നേരെ നടത്തുന്ന 4ാമത്തെ ആക്രമണമാണ് ഇതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ആക്രമണം. ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് UN മനുഷ്യാവകാശ വിദഗ്ധർ ആരോപിച്ചു. ഗസയിൽ പോഷകാഹാരക്കുറവും ഡീഹൈഡ്രേഷനും മൂലം നിരവധി കുട്ടികളാണ് മരിക്കുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിൽ നിന്ന് 4 പേരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തതായി വഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബറിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്നും കിഴക്കൻ ജെറുസലേമിൽ നിന്നും 9600-ലധികം പലസ്തീൻകാരെ തടവുകാരായി ഇസ്രായേൽ പിടികൂടിയിട്ടുണ്ടെന്നാണ് പലസ്തീനിയൻ പ്രിസണേഴ്സ് സൊസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്.